ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ മുഹമ്മദ് ബൂസീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഒരുപാട് നബി കീർത്തനങ്ങൾ മദ്ഹുകൾ നമ്മൾക്ക് അവതരിപ്പിച്ച് നമ്മൾക്ക് രചിച്ചു തന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും സുപ്രസിദ്ധമായ മദ്ഹാണ് ഖസീദത്തുൽ ബുർദ. എന്തിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ബൂസീരി ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് രചിക്കാൻ ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ദിവസം വയസ്സനായ ഒരു ശൈഖ് ബൂസീരി ഇമാമിന്റെ അടുക്കലിലേക്ക് വന്നു ചോദിക്കുന്നു, അഅൻത റഅയ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. അല്ലയോ ബൂസീരി ഇമാം, നിങ്ങൾ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചിട്ടുണ്ടോ? ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബൂസീരി ഇമാം പറയുന്നു, ഇല്ല ഇല്ല, ഞാൻ ഹബീബായ പൊന്നാര മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ഇന്നത്തെ രാത്രി ദർശിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ ചോദിച്ച ആ ചോദ്യം എൻ്റെ മനസ്സിൽ പതിഞ്ഞുപോയി. എനിക്ക് ഹബീബായ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണണം എന്നുള്ള കൊതി എൻ്റെ മനസ്സിൽ കൂടുതലായിപ്പോയി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അല്പം ഞാൻ വിശ്രമിച്ചു, കിടന്നുറങ്ങി. കിടന്നുറങ്ങുമ്പോഴാണ് ഫഇദാ അന റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അസ്ഹാബ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ സ്വഹാബാക്കളോട് കൂടെ ഞാൻ സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. അങ്ങനെ ആ സ്വപ്നത്തിന്റെ കാരണമായി അദ്ദേഹം, ആ വയസ്സനായ ഒരു വ്യക്തി എന്നോട് ചോദിച്ചില്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ സ്വപ്നത്തിൽ ദർശിച്ചിട്ടുണ്ടോ? ഇതിന്റെ കാരണമായി എനിക്ക് ഹബീബായ പൊന്നാര മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് സ്വപ്നത്തിൽ ദർശിക്കണമെന്നുള്ള ചിന്തയിൽ ഞാൻ വീട്ടിലേക്ക് പോയി കടന്നുറങ്ങി. അപ്പോഴാണ് നബി തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുന്നത്. ആ സ്വപ്നം എൻ്റെ മനസ്സിൽ പതിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രശോഭിക്കുന്ന പ്രകാശത്തിന്റെ മുഖം എൻ്റെ മനസ്സിൽ അത് പതഞ്ഞുപോയി, വേർതിരിയാൻ പറ്റില്ല. അന്നു മുതലാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ലോകത്തിൽ സമർപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ബഹുമാനപ്പെട്ട ബൂസീരി ഇമാം തന്നെ അസീദത്തു ശുഹദ എന്നുള്ള ഇമാം ഖർബൂതി തങ്ങളുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ ഗ്രന്ഥത്തിൽപ്പെട്ട ഖസീദത്തുൽ ബുർദയാണല്ലോ. ആ ഖസീദത്തുൽ ബുർദാനെ ബൂസീരി ഇമാം ഈ ലോകത്തിലേക്ക് സമർപ്പിക്കാനുള്ള കാരണം എന്താണ്? ഒരു ദിവസം ബൂസീരി ഇമാമിനിക്ക് പക്ഷവാതം വന്നപ്പോൾ, ഒരു സൈഡ് അങ്ങ് നഷ്ടപ്പെട്ടപ്പോൾ ബൂസീരി ഇമാമിനിക്ക് ആ സൈഡ് അനക്കാൻ പോലും സാധിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് ബൂസീരി ഇമാം ചിന്തിച്ചു പോയി, ഞാൻ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ
ഖസീദത്തുൽ ബുറുദാഇനെ രചിക്കും. അങ്ങനെ അതിലേക്കുള്ള സർവ്വ തയ്യാറെടുപ്പ് ഞാൻ ചെയ്തു. അന്നത്തെ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വരികയാണ്. വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാകപ്പെട്ട കൈകൊണ്ട് എന്റെ ശരീരമാകെ തടഞ്ഞു. എനിക്ക് ഞാൻ രചിച്ചതായ ഖസീദത്തുൽ ബുറുദ ഞാൻ ഹബീബിലേക്കെന്ന് അവതരിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സ്വപ്നത്തിൽ എന്റെ ശരീരം ഒന്ന് തടഞ്ഞപ്പോൾ ഞാനങ്ങ് ഉണർന്നു. എങ്ങനെയാണ് ഉണർന്നത്? കിടന്നുറങ്ങുമ്പോൾ രോഗത്തിലായിരുന്നു ബഹുമാനപ്പെട്ട ബൂസരി ഇമാം. പക്ഷേ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ഫഖുംതു മിനൻ നൗമി മുലാബിസം ബിൽ ആഫിയത്തി മിനൽ ആലാം. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ നല്ല ആഫിയത്തോടൊപ്പം നല്ല ആരോഗ്യത്തോടൊപ്പം ഞാൻ ഉണർന്നു. ഈ സംഭവം പറയുമ്പോൾ ഞാൻ ആദ്യം ഓതി വെച്ച ഒരു ആയത്തുണ്ട്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം എന്നുള്ള ആയത്തിനെ ബഹുമാനപ്പെട്ട അഹ്മദ് റളാ ഖാൻ തങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഫതാവ റളിവിയ എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുകയാണ്, വിശദീകരിക്കുകയാണ്. അന്ന നബിയന സല്ലല്ലാഹു അലൈഹി വസല്ലം സബബു ലിദഫ്ഇൽ ബലാഇ അനിൽ കുഫാർ. ഹബീബായ പൊന്നാര മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുഫാറുകളോടൊപ്പം മുശ്രിക്കീങ്ങളോടൊപ്പം ഉണ്ടായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുസീബത്ത് ഇറക്കില്ല. പക്ഷേ വബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ബഹുമാനപ്പെട്ട അഹ്മദ് റളാ ഖാൻ തങ്ങൾ അദ്ദേഹത്തിന്റെ ഫതാവ റളിവിയയിൽ പറയുകയാണ്, പിന്നെ എന്തുകൊണ്ടാണ് ലോകത്തിൽ മുസ്ലിമീങ്ങളുടെ മനസ്സിലുള്ള വേജാറുകൾ നമ്മൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞാൽ ഉറപ്പാണ് നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് സഹായം ചെയ്യും, ഉറപ്പാണ് എന്ന് മഹാനവറുകൾ പറയുകയാണ്. പക്ഷേ ഈ ഖസീദത്തുൽ ബുറുദയിൽ നമ്മളെല്ലാവരും നല്ല നിയത്ത് വെച്ച് നമ്മുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് വേജാറുകൾ ഉണ്ട്. അതെല്ലാം മനസ്സിൽ വെച്ച് നമ്മൾ ഇരിക്കണം. അങ്ങനെ ഇരുന്നാൽ നമ്മൾക്ക് ഉറപ്പാണ് അതിനിക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹായിക്കും. ഒരു മനുഷ്യനിക്ക് മുഅ്മിനായി പിറന്ന ഒരു മനുഷ്യനിക്ക് ഏറ്റവും വലിയ അഭിലാഷമാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഒന്ന് ഈമാൻ സലാമത്തായിട്ട് മരിക്കണം. കുറെ ആളുകൾ പറയാറുണ്ട്, ആഖിബത്ത് നന്നായി മരിക്കാൻ ദുആ ചെയ്യണം. എന്താണ് ആഖിബത്ത്? ഈമാൻ സലാമത്തായി മരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ശറഉൽ മുഅ്തമദ് എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, ഒരു മനുഷ്യനിക്ക് ഈമാൻ സലാമത്തായി മരിക്കണമെന്നുള്ള ഭൂതിയുള്ള ഖൽബിൽ അല്പമെങ്കിലും ഈമാനുള്ള മനുഷ്യൻ അവൻ ചെയ്യേണ്ട ഒരു കർമ്മമാണ് മൻ ഖറഅ ഹാദിഹിൽ ഖസീദത ഫീ കുല്ലി ലൈലത്തിൽ ജുംഅത്തി. എല്ലാ വെള്ളിയാഴ്ച രാത്രികളിൽ
എല്ലാ വെള്ളിയാഴ്ച ജാവു ബഹുമാനപ്പെട്ട ബൂസരി ഇമാം രചിച്ചനിക്കത്തെ ഖസീദത്തുൽ ബുറുദ പാടിയോണ്ടായെങ്കിൽ അത് എപ്പ പാടണം അതിക്കുള്ള ടൈമു ഷർത്തെല്ലാം ഉണ്ട്. അസീദത്തു ഷുഹദ ചൊല്ലുടെ ഗ്രന്ഥത്തില് ഒലിമ്പത്തോല ഷർത്തെല്ലാം ചൊന്നോണ്ടുണ്ട്. ചൊല്ലുക ടൈമൊന്നുമില്ല. അപ്പോ മഹാൻ ചൊന്തു എല്ലാ വെള്ളിയാഴ്ച ജാവു ഒരു മനുഷ്യ ഖസീദത്തുൽ ബുറുദ പാടിയോണ്ടായെങ്കിൽ അത് എപ്പ പാടണം? ഒട്രാസി പാടിയെങ്ക അവിടെ ബൈനൽ മഗ്രിബി വൽ ഇശാ, മഗ്രിബ് ഇശായുടെ ഇടക്കായിട്ട് പാടണായത്. മഅ മുറാഅതി ശുറൂതിഹാ, ಅದಕ್ಕೆ ചൊമ്മ ഷർത്തുങ്ങെല്ലാം ഉണ്ട്. ഉളു എടുക്കണു, ഓരോ ബൈത്ത് പാടിയിട്ട് മൗലായ സല്ലി വസൽ ചൊല്ലുടെ സലാത്ത് ചൊല്ലണു. അങ്ങനെ ഒലിമ്പോ ഷർത്തുങ്ങ ഉണ്ട്. അതൊന്നും പോണ്ടില്ല. അങ്ങനെ ഷർത്തുങ്ങെല്ലാം പാലിച്ചിട്ട് നല്ല നിയ്യത്ത് വെച്ചിട്ട് മഗ്രിബ് ഇശായുടെ ഇടക്ക് ഒരു മനുഷ്യ ഖസീദത്തുൽ ബുറുദ ചൊന്നോണ്ടായെങ്കിൽ യമൂതു അലൽ ഈമാനി വൽ ഇസ്ലാം, അവന് മുഅ്മിനായിട്ട് ഇസ്ലാം ഈമാൻ സലാമത്തായിട്ട് അവന് മരിക്കുവാണ്ട് ചൊന്നത് കണ്ട്. അതുകൊണ്ട് നങ്ങ വർഷത്തുക ഓർക്ക മാത്ര ബുറുദത്തിൽ വന്ന് ദച്ചിങ് മയ്യാവാല ഞങ്ങളെ ജീവിതത്തിൽ ബുറുദ നിത്യമാക്കണു. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.